ഇസ്രയേലിന്റെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള തെക്കൻ നഗരമായ ഡിമോണിയയിലുണ്ടായ ശക്തമായ തീപിടുത്തം ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും മിഡിൽ ഈസ്റ്റിൽ കനത്ത ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഡിമോണയിലെ ഒരു പ്രധാന ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലുണ്ടായ ഈ അപകടം കേവലം ഒരു സാങ്കേതിക തകരാറാണെന്ന് ഇസ്രയേൽ അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധരും അതീവ ജാഗ്രതയോടെയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. മേഖലയിലെ ഊർജ്ജ വിതരണ ശൃംഖലയെ ബാധിച്ച ഈ തീപിടുത്തം വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾക്കാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഡിമോണ നഗരത്തിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കുന്ന പ്രധാന വിതരണ കേന്ദ്രത്തിലാണ് പെട്ടെന്ന് തീ പടർന്നത്. ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന സബ്സ്റ്റേഷന്റെ ഉൾഭാഗത്തുണ്ടായ ശക്തമായ ആഭ്യന്തര തകരാറാണ് ഈ ദുരന്തത്തിന്റെ കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതിശക്തമായ സ്ഫോടന ശബ്ദത്തോടെയാണ് തീപിടുത്തമുണ്ടായതെന്നും ഇതിനെ തുടർന്ന് പ്രദേശത്തെ പലയിടങ്ങളിലും കനത്ത പുകപടലങ്ങൾ ഉയർന്നതായും ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തെക്കുറിച്ച് വിവരം അറിഞ്ഞയുടൻ തന്നെ ഇസ്രയേലിന്റെ അടിയന്തര രക്ഷാസേനയും ഫയർഫോഴ്സ് യൂണിറ്റുകളും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും മണിക്കൂറുകൾ നീണ്ട കഠിന ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. കൂടുതൽ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമറുകളിലേക്ക് തീ പടരാതിരിക്കാൻ സുരക്ഷാ ജീവനക്കാർക്ക് കഴിഞ്ഞത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. ഇതൊരു വ്യവസായ മേഖലയിലുണ്ടായ സാധാരണ ഇലക്ട്രിക്കൽ പരാജയം മാത്രമാണെന്നാണ് പ്രാദേശിക ഭരണകൂടവും ഇസ്രയേൽ ഊർജ്ജ മന്ത്രാലയവും ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ശത്രു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങളോ സായുധ ഗ്രൂപ്പുകളുടെ അട്ടിമറി ശ്രമങ്ങളോ ഇതിന് പിന്നിലില്ലെന്ന് ഇസ്രയേൽ സുരക്ഷാ വിഭാഗം തറപ്പിച്ചു പറയുന്നു. എങ്കിലും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഈ വിശദീകരണങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഡിമോണിയയുടെ പ്രത്യേകത. ഇസ്രയേലിന്റെ ഏറ്റവും സുരക്ഷിതവും രഹസ്യവുമായ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഡിമോണയിലാണ് എന്നത് തന്നെയാണ് ഈ നഗരത്തിലെ ഒരു ചെറിയ തീപിടുത്തം പോലും ആഗോള മാധ്യമങ്ങളിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസായി മാറാൻ കാരണം. ഔദ്യോഗികമായി ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആണവായുധ നിർമ്മാണ കേന്ദ്രം ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള സൈനിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡിമോണയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏത് നീക്കവും മൂന്നാം ലോക മഹായുദ്ധത്തിന് വരെ കാരണമായേക്കുന്ന ഒന്നാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രയേൽ സൈബർ ആക്രമണങ്ങളും അട്ടിമറികളും നടത്താറുള്ളത് പോലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പരോക്ഷമായ സൈബർ ആക്രമണത്തിന്റെ ഫലമാണോ ഈ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ തകരാറെന്ന് പല പ്രതിരോധ നിരീക്ഷകരും സംശയിക്കുന്നു. ഈ തീപിടുത്ത വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അറബ് ലോകത്തെയും ഇറാനിലെയും മാധ്യമങ്ങളിൽ ഇസ്രയേലിന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചാരണങ്ങളാണ് ഉണ്ടായത്. ഡിമോണിയിലെ പവർ ഗ്രിഡ് തകർന്നത് ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാമെന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിലും സജീവമായി. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തന്ത്രപ്രധാനമായ മേഖലകളിലെ സുരക്ഷാ വീഴ്ചകൾ പുറം ലോകം അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നത് സ്വാഭാവികമാണ്. ഡിമോണ ആണവ നിലയത്തിന് സ്വന്തമായി അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും സ്വതന്ത്രമായ പവർ ബാക്കപ്പ് സംവിധാനങ്ങളും ഉള്ളതിനാൽ നഗരത്തിലെ പവർ ഗ്രിഡിലുണ്ടായ തീപിടുത്തം ആണവ സുരക്ഷയെ ബാധിക്കില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സംഭവം ഇസ്രയേലിന്റെ ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും കടുത്ത ചൂടും കാരണം ഇലക്ട്രിക്കൽ ലൈനുകളിൽ ഉണ്ടാകുന്ന അമിതഭാരം ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകാമെങ്കിലും തന്ത്രപ്രധാന നഗരങ്ങളിലെ പവർ ഗ്രിഡുകൾ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളും ഡിമോണയിലുണ്ടായ ഈ സംഭവ വികാസങ്ങളെ അതീവ താല്പര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഈ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് പെന്റഗണും CIA സ്വതന്ത്രമായി അന്വേഷിക്കുന്നുണ്ട്. ഡിമോണ മേഖലയിലെ റഡാർ ദൃശ്യങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും പരിശോധിച്ച ശേഷമേ ഇതിൽ അന്തിമമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ഈ പെട്ടെന്നുള്ള പവർ കട്ട് ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഡിമോണിയിലെ ഒട്ടനവധി വ്യവസായശാലകളുടെയും വാണിജ്യ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം മണിക്കൂറുകളോളം സ്തംഭിച്ചു. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ജനങ്ങളോട് അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളിയും ഹൂതികളും ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഡിമോണ തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്ന് ഹിസ്ബുള്ള പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ട്രിക്കൽ തകരാർ കേവലം യാദൃശ്ചികം മാത്രമാണെന്ന് കരുതാൻ അറബ് മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഡിമോണ ആണവ നിലയം എപ്പോഴും അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒന്നാണ്. 1950കളിൽ ഫ്രാൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഈ കേന്ദ്രത്തെക്കുറിച്ചുള്ള ഒരു വിവരവും ഇസ്രയേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ അതിരുകളിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ ചലനവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് കാരണമാകും. വരും ദിവസങ്ങളിൽ ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കുന്ന കൃത്യമായ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരക്കുറവാണോ അതോ അറ്റകുറ്റപ്പണികളിൽ വന്ന വീഴ്ചയാണോ അപകടത്തിന് കാരണമായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഡിമോണയിലെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം കേവലം ഒരു സാങ്കേതിക തകരാറാണെന്ന് അധികൃതർ പറയുമ്പോഴും അത് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയൊരു നയതന്ത്ര പ്രാധാന്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മേഖലയിലുണ്ടായ ഈ അപ്രതീക്ഷിത അപകടം സൃഷ്ടിച്ച പുകപടലങ്ങൾ അടങ്ങുമെങ്കിലും അതുയർത്തിയ സുരക്ഷാപരമായ ചോദ്യങ്ങൾ വരും നാളുകളിലും ഇസ്രായേൽ ഭരണകൂടത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും.